Hello guys and welcome back to the video finish. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ വാട്സാപ്പിനെ പറ്റി നമ്മൾ കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വാട്സാപ്പിന്റെ പ്രൈവസി പോളിസിയിൽ എന്തൊക്കെയോ ചേഞ്ചോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പിന്റെ പ്രൈവസി പോളിസിയിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് സംഭവിച്ചതെന്നും അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൈവസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മൾ മെസ്സേജ് വാട്സപ്പിൽ അയച്ചാലും അതൊരു പബ്ലിക്കായിട്ട് പോകുന്ന ഒരു രീതിയിലോട്ട് മാറുകയാണ് ഗൈസ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കാൻ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് നമുക്ക് അത്യാവശ്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു അത്യാവശ്യമായിട്ട് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഇനി അത് സാധ്യമല്ല. വാട്സപ്പിൽ സാധ്യമാണ്, പക്ഷേ അത് ഒരു സേഫർ പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് ഒരു സേഫർ പ്ലാറ്റ്ഫോം, വാട്സപ്പ് പോലെ തന്നെ ഒരു കിടിലനായിട്ടുള്ള ഒരു സേഫർ പ്ലാറ്റ്ഫോമാണ്. വാട്സപ്പ് സേഫർ അല്ല, പക്ഷേ അതിനേക്കാളും സേഫർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിലൊന്ന് പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക സിഗ്നൽ എന്ന്. അപ്പോൾ സിഗ്നൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പാടാണ്, അല്ലെങ്കിൽ നിങ്ങളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നല്ലൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് സേഫറായിട്ട് നമുക്ക് സേഫറായിട്ട് നമുക്ക് മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആപ്പിൻ്റെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നല്ലൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരു പ്രൈവറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യും. നമ്മുടെ ഗാലറി അല്ലെങ്കിൽ നമ്മുടെ മീഡിയാസ് അവർക്ക് ആക്സസ് ചെയ്യണമെന്ന് പറയും. ഇത് വലിയ സേഫറായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് അക്സസ് ചെയ്യുമെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ അക്സസ് ചെയ്യുമെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക. നമ്മുടെ കോൾസ് അലോ കൊടുക്കുക. നമ്മളെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ റീജിയൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റീജിയൻ ഇന്ത്യയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യ എന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇന്ത്യ എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു 6 ഡിജിറ്റ് പിന്ന് വരുന്നതാണ്. അപ്പോൾ 6 ഡിജിറ്റ് പിന്ന് വരാനുള്ളൊരു താമസം എന്താണെന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണത്താലാണ്. നമുക്ക് 6 ഡിജിറ്റ് പിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെരിഫിക്കേഷൻ നടക്കുകയാണ്. ഏകദേശം നിങ്ങളുടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷന് ആപ്പ് ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കാം. ലാസ്റ്റ് നെയിം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. നമുക്കിവിടെ ഒരു പിന്ന് കൊടുക്കാമെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പിന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പിന്ന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് സ്ട്രോങ്ങർ പാസ്വേഡോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ട്രോങ്ങർ പാസ്വേഡ് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇത് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് എടുക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വർക്കിംഗ് ആയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. വളരെ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് വാട്സപ്പ് പോലെയാണ്. നമുക്കിപ്പോൾ ഒരാളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ വീഡിയോ കോളും ഓഡിയോ കോളും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജിങ്ങും എല്ലാം നമുക്ക് സാധ്യമാവുന്നതാണ്. ഒരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരു രക്ഷയുമില്ലാത്തൊരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഷുവറായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് മെസ്സേജിങ്ങും അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോളും ഓഡിയോ കോളും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് പോലെ തന്നെയാണ്.
പക്ഷേ ഇത് നമുക്ക് സേഫാണ്. നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജിങ് സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനായ സിഗ്നൽ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. വാട്സപ്പ് നമുക്ക് ഫെബ്രുവരി 8 വരെ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വാട്സപ്പിൽ അലൗ നിങ്ങൾ ഇപ്പോൾ കൊടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഫെബ്രുവരി 8 മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുള്ള ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നോ വിത്ത് ഡ്യൂഡ് ആൻഡ് ബൈ.